സംഭവം ഇതാണ്. ഞാനിപ്പോൾ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ ചങ്കുകളെ, ഇന്നൊരു എന്താ പറയുക, വൈകുന്നേരത്തെ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക, വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തീരെ ആക്റ്റീവ് അല്ലാത്തൊരു ദിവസമായിരുന്നു, 2 ദിവസം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പോൾ വൈകുന്നേരത്തിന് രാവിലത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ചോറുണ്ട് ഇരിക്കണം, വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട്, നമ്മൾ വാങ്ങിയതാണ് കേട്ടോ, റെഡിമെയ്ഡാണ്. ഇപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ട് ഇത് വാങ്ങണേ. പക്ഷെ 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ഒരു മഷ്റൂം വാങ്ങണം കേട്ടോ. പക്ഷേ ഈ 3 പ്രാവശ്യം വാങ്ങിയിട്ടുള്ളതും വെറൈറ്റി ആയിരുന്നു, എല്ലാം വേറെ തരത്തിലുള്ളായിരുന്നു. ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിയോട് കൂടിയുള്ള ഒരു മഷ്റൂം ആയിരുന്നു കേട്ടോ. അന്ന് ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ പേടിയുണ്ടായിരുന്നു, എങ്ങനെ അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാരണം നമുക്ക് പ്രാവശ്യം ഒരുപാട് പേർക്ക് മഷ്റൂമൊക്കെ കിട്ടിയിട്ടുള്ളത്, കൂണ് കിട്ടിയിട്ടുള്ളത് ഞാൻ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രാവശ്യം അങ്ങനെ എവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല കൂണ്. അപ്പം ഞാൻ 3 പ്രാവശ്യം ഞാൻ അങ്ങനെ വാങ്ങി. മഷ്റൂം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനത് ഇന്ന് അതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെ ഇന്നത്തത് കണ്ടിട്ടേക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നുന്നില്ല, പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാതെ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കായപ്പോഴും പുറത്ത് പോയപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി വന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കട്ടെ. ഓക്കെ, പക്ഷെ ഇതിനേക്കാളേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് കാണാൻ തന്നെ എന്ത് ഭംഗി അറിയില്ല, ഉണ്ട. ഇത് വളരെ തിന്നായിട്ടുള്ളതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും നോക്കാം. പക്ഷെ അത്രയും വില ഇതിനില്ല. അത് നമ്മളിവിടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ല വില ഉണ്ടായിരുന്നു, 70 രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനാകെ 50 രൂപയൊക്കെ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കട്ടെ കേട്ടോ. ഒന്ന് പൊട്ടിച്ചിട്ട് പുറത്തെടുക്കട്ടെ. ഇതൊരു ഓക്കെ. മറ്റേത് എന്താ പറയുക, ഭയങ്കര കട്ടിയുണ്ടായിരുന്നു ആ മഷ്റൂം. അപ്പോൾ സംഭവം ഇതാണ്. ഞാനിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂണൊക്കെ ഒന്ന് കഴുകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ തോതിൽ തൊലി ഒന്ന് കളയാനുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മഷ്റൂമിൻ്റെ ഒന്നും നമുക്ക് കളയാനൊന്നും ഉണ്ടായിരുന്നില്ല, വേസ്റ്റായിട്ട് കളയാനൊന്നും ഉണ്ടായിരുന്നില്ല, കഴുകിയെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കൂണിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോള വളരെ പൊടിയായിട്ടൊന്നും അല്ല അരിഞ്ഞത്, എന്നാൽ നല്ല വലുപ്പത്തിലും അല്ല കേട്ടോ. ഒരു ഇടത്തരമായിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിന് അങ്ങനെ അരിഞ്ഞെടുത്തു. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ സാധാരണ നമ്മൾ നാടൻ കൂണ് കിട്ടണ അത് വെക്കണ ആ രീതിയിലല്ല ഞാൻ ഇത് ഉണ്ടാക്കണം കേട്ടോ. നാടൻ കൂണ് ഇങ്ങനെയല്ലല്ലോ നമ്മൾ റെഡിയാക്കുക. ശരിക്കും നമ്മൾ മഷ്റൂമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കുരുമുളകാണ് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത്. കുരുമുളകില്ല ടേസ്റ്റ്. നല്ലപോലെ സവോള ഒരു ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. കാരണം ഓൾറെഡി എരിവിന് നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് ചേർക്കണം ഒന്നും കൂടി നല്ലത്.
അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മളെ പറമ്പെന്നൊക്കെ കിട്ടുന്ന കൂണിനേക്കാളും ഒരു ഡിഫറൻറ്റ് ഹൈറ്റാണ് ആ കൂണ്. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കൽ ഇപ്പം അമ്മയൊക്കെ ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും കൂടെ ടേസ്റ്റാണ്. പക്ഷെ അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കൂണ് വാങ്ങിച്ച സമയത്തൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഓപ്ഷനിലാണ്, തക്കാളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. തക്കാളി ചേർത്ത് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കൂണ് ഞാൻ ഒരുപാട് കുഞ്ഞിതാക്കിയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്, എന്നാൽ ഒരുപാട് ഓവറായിട്ടും അല്ല കേട്ടോ. ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കണില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കൂണൊക്കെ കഴുകിയപ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളം കൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. ചൂടായി വന്നപ്പോഴത്തേക്കും കൂണിൽ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ കൂണ് വേവാനുള്ളൊരു വെള്ളം അതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂണിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു അടച്ചിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല. ഇതിൽ നിന്ന് കണ്ടോ, അപ്പോൾ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കാതെ തന്നെ ഈ കൂണിൽ തന്നെ വെള്ളം കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടുള്ള നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. കിട്ടില്ല ടേസ്റ്റ് ഇട്ടോ മക്കളെ, ആകെ കുറച്ചേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മളെ മഷ്റൂമൊക്കെ ഉണ്ടാക്കി. സംഭവം കുറച്ചേ ഉള്ളൂ. ഒന്നുകൂടി ചൂട് തട്ടി വെന്ത് വന്നപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഇത് ഇവിടെ കൂട്ടിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് ഞാനത് ഉണ്ടാക്കണത്. സംഭവം സെറ്റായി. ഇനി എൻ്റെ ചൂട് ചോറിൻ്റെ കൂടെ തന്നെ കഴിച്ചാൽ മതി. ആകെ ഇത്രയേ ഉള്ളൂ, അടിപൊളി. കാണിച്ചു ചെറിയ പീസ്. അടിപൊളി. ഭയങ്കര ഇഷ്ടമാട്ടോ കൂണ്. ഞാനീ പറഞ്ഞല്ലേ കുറേ ആൾക്കാരുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കി. ഇത് ഇപ്പം തന്നെ തിന്നു തീർക്കും. ഞാൻ വേഗം കുറച്ച് ചോറ് എടുത്തിട്ട് കഴിക്കട്ടെ. 2 ദിവസമായിട്ട് ശരിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അതായത് വിശപ്പുണ്ടാവും, എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ശബ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഓരോരോ ഇതായിരുന്നു. അപ്പം ഇന്ന് ചോറ് തിന്നാനുള്ള വായിൽ വെള്ളം നിറയുന്നുണ്ട് ഗൈസ്. ഞാൻ എന്നാലും ചോറ് എടുത്തുണ്ട് കേട്ടോ. പിന്നെ തത്തൻ ചോറിക്ക് ഇന്നെന്ത് തത്ത ഉണ്ടാക്കിയാലോ ടൊമാറ്റോ റൈസാണേ. കുണുവാണോ? അപ്പം ഈ എല്ലാം വേണ്ടാറിന് എൻ്റെ ചോറിന് കാണിച്ചോന്ന്. അപ്പം അത് കിട്ടിയോ നിനക്ക്? ആ ഓക്കെ. അപ്പോൾ എനിക്കിഷ്ടമാണ് കൂനുണ്ടാക്കിയാൽ. വിളമ്പി ഗൈസ്. ഇനി ഇത് നോക്കേ, തത്ത കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത്ര ചോറെടുത്തിട്ടുള്ളൂ. ഞാനും കുറച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ തത്ത ടൊമാറ്റോ റൈസാണ് എടുത്തത്. കൂണൊന്നും വേണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും കൂണിൻ്റെ ഒക്കെ ആ ഒരു മണ്ണടിച്ചപ്പോഴത്തേക്കും ആൾ ഫ്ലാറ്റായിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ട കൂണൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് എടുത്തു. ഇനി കിച്ചുമോൾക്കുള്ള കുറച്ചേ ഉള്ളൂ. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ടയൊക്കെ ഇവിടെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ.